അതിഥി വന്നാൽ പിന്നെ എല്ലാം സ്പെഷ്യലാണ്. തിരഞ്ഞെടുക്കൂ അതിഥി മാർവൽ കേക്കുകളും റസ്കുകളും. DG ഫ്രഷ്മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG യുവർ 1 കപ്പ് മാജിക്. എന്റെ ദൈവമേ, ഓരോ ആമ്പിള്ളേർ അമ്മമാരെ കൊണ്ടുനടക്കണമ്പോ കൊതിയായിട്ട് പാടില്ല. എനിക്കുണ്ടൊരെണ്ണം ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തത്. ഈ വീട്ടിലെ പണി മുഴുവൻ എടുത്ത് ബാക്കിയുള്ള നാട്ടു ഓടിഞ്ഞു. എന്റെ ഈശ്വര, ഒരു പണി എടുക്കാണ്ട് അപ്പൻ താടി പോലെ പറന്ന് പറന്ന് പോകണമെന്നുണ്ട് എനിക്ക്. പക്ഷെ പറ്റാണ്ടായിരിക്കണു, വയ്യാണ്ടായി. അമ്മ ദൈവത്തെ സ്തുതിക്കുവാണോ സൂപ്പിക്കുവാണോ? പ്രാർത്ഥിക്കുമ്പോഴാണോ തോന്നിയ അലവലാതി? ഒരു മോനെ വിളിക്കുന്നുണ്ടോ നാറിയെന്ന്? ഇതെന്താ കിഡ്നിയാണോ? തൊടല്ലേ, ഞാൻ മീശ വരച്ച് വെച്ചേക്കുവാണ്. എന്തോ ഈ നാട്ടിലെ പല പട്ടികൾക്കും എന്നെ വിലയില്ല, പ്രത്യേകിച്ച് അമ്മയ്ക്കും. അതുകൊണ്ട് ഞാൻ ബോംബെക്ക് പോവുകയാണ് അധോലോക നായകനാവാൻ വേണ്ടി. വളരെ നല്ല കാര്യം. വേണ്ട, കൂടുതൽ കളിയാക്കണ്ട. ഒരു അധോലോക നായകന് സഞ്ചരിക്കാത്ത വഴികളിലൂടെ ചിലപ്പോ ഞാൻ സഞ്ചരിച്ചെന്നൊക്കെ ഇരിക്കും. സഞ്ചരിക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ ആ സതിയുടെ വീടിന്റെ ഇടവഴി കൂടെ സഞ്ചരിക്കരുത്. അല്ല, കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ഒരു അധോലോക നായകൻ അവർ കെട്ടിയിട്ട് തല്ലിന്ന് ഞാൻ കേട്ടു. എനിക്ക് വയ്യ, പറ്റാണ്ടായിരിക്കണു. മോട്ടിവേറ്റർ സപ്പോർട്ട് ഇല്ല. ആ മനോജിനെയൊക്കെ അവർ അമ്മ പൊന്നുപോലെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്തത്. എടാ മനോജ്, ആഴ്ച അവസാനം അവന്റെ അമ്മയുടെ കയ്യിൽ 10,000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനും തരുന്നില്ലേ? ഉണ്ടല്ലോ, ഇട്ട് തന്നെ നിക്കർ കഴുകാൻ, അത് മാസത്തിൽ 1. അമ്മ അവൻ ഒരുപാട് ഹോൾഡ് ഉണ്ടമ്മ. നിന്റെ നിക്കറിനുണ്ടടാ ഒരുപാട് ഹോള്. അയ്യോ എടാ, നിനക്ക് ആ മനോജിന്റെ കൂടെ പോയിട്ട് വല്ല പണിക്കും പോക്കൂടെ? അമ്മ ഞാനിവിടെ ബിസിനസ് ചെയ്തില്ലായിരുന്നു അമ്മ. പിന്നെ കൊറോണ സമയത്ത് കമ്മ്യൂണിസ്റ്റ് വെച്ചൊക്കെ റെഡ് ഡോക്ടർ അടിച്ചിട്ട് ചവന തീരാന്ന് നാട്ടുകാരെ പഠിച്ച് തെണ്ടിയല്ലടാ നീ. എടാ, അവനവൻ ആഗ്രഹിക്കുന്നത് നടക്കാവോ കേട്ടാ? ഇതാരാ ഈ പറയുന്നത്? കോഴിമുട്ടയ്ക്ക് വില കുറഞ്ഞപ്പോ ഇനി വില കൂടിയിട്ടിട്ടാ മതി എന്ന് പറഞ്ഞ് കോഴിയെ പിടിച്ച് ചന്തിക്ക് സെല്ലോട്ടെ പൊട്ടിച്ച ടീമായി ഈ പറയണത്. നല്ല ഈ നശിച്ച വീട്ടിൽ ജനിച്ചത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാതെ പോയത്. കർത്താവ് ജനിച്ചതേ ചെറിയൊരു കാലിത്തൊഴുത്തിലാണ്. കർത്താവ് കാലിത്തൊഴുത്തിലാ ജനിച്ചെങ്കിൽ കാണാൻ വന്നത് രാജാക്കന്മാരും സുൽത്താന്മാരും. ഞാൻ ജനിച്ചപ്പോഴും കാണാൻ വന്നു മാട്ട റമ്മടിക്കണം നിങ്ങളുടെ കുറെ ആങ്ങളമാര്. അവന്മാര് പോയതിനു ശേഷം 1 മാസം ഞാൻ കരഞ്ഞതേ അമ്മ അമ്മ എന്നല്ല, റമ്മ റമ്മാന്ന്. പലതവണ പറഞ്ഞിട്ട് എന്റെ ആങ്ങളമാരെ കളിയാക്കരുതെന്ന്. എടാ, നിന്നോട് ഞാൻ പറഞ്ഞ രഘുവിന്റെ ഗൾഫിൽ പോവാൻ. ആ ലോക തോൽവി. അവനാണെങ്കിൽ അറബിയുടെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് കാശുകാരനാൻ വേണ്ടി ഒരു പെട്ടി പൈസ മോട്ടിച്ചോണ്ട് വന്ന് മരുഭൂമി വന്ന് തുറന്നു നോക്കിയപ്പോ ഒന്നിലും ഗാന്ധിജിയുടെ പടമില്ല. കള്ളനോട്ടെന്ന് പറഞ്ഞ് ഒട്ടത്തിന് തിന്നാൻ കൊടുത്തു. എന്നിട്ടെന്തോ ഒട്ടത്തിന്റെ ചാണാൻ വരുന്ന തങ്കപ്പനാണ് അവിടുത്തെ ഏറ്റവും വലിയ ഷേക്ക്, അൽക്കോയ് തങ്കപ്പൻ. ശരി, നീ അവന്റെ കൂടെ പോണ്ട. നിന്റെ പ്ലാൻ എന്തുവാടാ? അമ്മ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? നീരാവി കേട്ടിട്ടുണ്ട്. കോമഡി തളിച്ച് അത് നിങ്ങൾ കഞ്ഞി വെക്കുമ്പോ പൊങ്ങി വരുന്നതാണ് നീരാവി. ഇതല്ല, ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ച ധാരാവി ജഗന്നാഥൻ. എടാ, അത് ജഗന്നാഥൻ. ഇതൊരു വകയ്ക്കൊള്ളാത്ത കോവി. എന്തൊരു മാട്ട പേരാമ നിങ്ങൾ എനിക്ക് കേട്ടത്, കോവി. അതുകൊണ്ടാണ് ഞാൻ പഠിച്ച എഞ്ചിനീയറോ ഡോക്ടറോ ഒന്നും ആവാം. അങ്ങനെയാണെങ്കിൽ ചിന്തിച്ചു നോക്കി, അഡ്വക്കേറ്റ് കോവി, എഞ്ചിനീയർ കോവി. ഒരു മാട്ട, ഒരു ഗുമ്പില്ലമ്മ ഈ പേരിന്. എടാ, നീ എന്റെ ജീവിതത്തിലേക്ക് എന്ന് വന്ന അന്നോട്ട് എന്റെ ജീവിതം കോവി. എന്റെ അച്ഛൻ പോയതിനു ശേഷം അമ്മയ്ക്ക് ഇച്ചിരി ഇൻസൾട്ടിങ് കൂടുന്നുണ്ട്. അച്ഛ, ഇതൊക്കെ കേൾക്കുന്നുണ്ടോ അച്ഛ? എടാ, ഓവർ ആക്ടിങ്ങേ. നിന്റെ കല്യാണത്തൊന്നും അച്ഛൻ ചത്ത് മുകളിലോട്ട് പോയതാണ്. എടാ, ഇവിടെ ലോഷം വിൽക്കാൻ വന്ന പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി പോയതല്ല കള്ളക്കളവൻ. അയാൾ ഒരുപാട് ഗുണം പിടിക്കില്ല. ഒരു മനുഷ്യ രക്ഷപ്പെടണം പിടിക്കണില്ലല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് അധോലോക നായകങ്ങളെ വല്ല യോഗ്യതയുണ്ടോ? എന്തോന്നുണ്ടോന്ന്? അല്ല, എനിക്കൊന്നും പറയാൻ കിട്ടില്ല. എന്തോ പറയും? അതന്നെ ഞാൻ പറയണത്. ഉദാഹരണത്തിന് ഒരു അറ്റാക്ക് വന്നാൽ നീ എന്ത് ചെയ്യും? ആംബുലൻസ് വിളിക്കും. അയ്യ, ബെസ്റ്റ് നായകൻ. എടാ, അതല്ല പറഞ്ഞത്. എടാ, ഒരു ശത്രു നിന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നീ എന്ത് ചെയ്യും? എനിക്കൊക്കെ ആരമ്മ ശത്രു? ഞാൻ ഇതുവരെ ഒരു മനുഷ്യന്റെ ഇച്ചിപ്പോന്ന് പറഞ്ഞിട്ടുണ്ടോ? അമ്മയായിട്ട് പറഞ്ഞ് ശത്രുവിനെ ഉണ്ടാക്കല്ലോ. ഒന്നാമതെ ജോത്സ്യം പറഞ്ഞെങ്കിൽ എനിക്ക് സമയദോഷം ഒന്ന് കൃഷ്ണാഗുരുവായൂരപ്പ എന്നെ കാത്തുള്ളേ. ദൈവമേ, ഒരു അധോലോക നായകന്റെ ഗതികേട്. എടാ പൊട്ട, നീ അവിടെ പോയിട്ട് എന്താ ചെയ്യാൻ പോണേ? അവിടെ പോയ സോപ്പ് കടത്തും. സാധാരണ സ്വർണ്ണമല്ലേ കടത്താറ്? ബോധരഹിത മാതാ സോപ്പിന്റെ അകത്ത് സ്വർണം വെക്കും, എന്നിട്ട് ഞാനത് വിഴുകും. എന്നാ പിന്നെ നീ അലക്കാനുള്ള 2 തുണിയും കൂടി അങ്ങോട്ട് വിഴുങ്ങും. എന്തായാലും പോലീസുകാർ നിന്റെ അടുത്ത് അലക്കുമല്ലോ, അപ്പൊ ആ തുണിയും കൂടി അങ്ങോട്ട് വെളുത്തോട്ടെ. ഹായ്, പുതുവർഷ കോമഡി. ഓക്കെ, ഇനി എന്റെ പുതിയ മുഖം നിങ്ങൾ കാണും. ഇതിലും വൃത്തിയോട്ടെ വേറെ മോന്തയുണ്ട്. ബോഡി ഷെയ്മിങ് തള്ളയാണെന്ന് നോക്കൂല, പൊട്ടിക്കും ഞാൻ. പൊട്ടിക്കും. അവന്റെ കളിപ്പാട്ടം കൊണ്ട് മാറ്റി വെക്കും, അല്ലെങ്കിൽ വന്നിട്ട് കിറിക്കൂട്ട് കുത്തും. അവസാനം മോങ്ങിക്കൊണ്ട് എന്റെ അടുത്തോട്ട് വരരുത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പെങ്ങടെ മോനാണെങ്കിൽ അവൻ വീട്ടിൽ ചെയ്യണം. അവൻ എന്തിനാ എന്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്? എടാ, അവനെ കണ്ടെങ്കിലും നിനക്ക് നാണവുമാനം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് കണ്ടോ? അപ്പൊ പൂച്ചാമന്തിയതല്ലേ? ആ ഫ്ലോയം കളഞ്ഞ് ബോംബാക്രമണം ഒലക്കാണ്. ആ ചെറുക്കന്റെ മീനടുത്തന്നെ അവൻ ചൂടുവെള്ളത്തിന് ഒഴിച്ചതല്ലേ നിന്നെ? ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ആ ചെറുക്കനെ എവിടെങ്കിലും കൊണ്ട് കളയണം. അമ്മ, സർട്ടിഫിക്കറ്റ് എടുക്കുക. എനിക്കാണെങ്കിൽ ബോംബെയിൽ പോകുമ്പോ കാണിക്കാറുണ്ട്, അവിടെ സർട്ടിഫിക്കറ്റ് കാണിക്കണം. നീ അവിടെ തവളച്ചാട്ടത്തിനും ചാക്കിലോട്ടത്തിനാണോ പോണേ? അല്ല, അതിന്റെ സർട്ടിഫിക്കറ്റ് നിനക്ക് ഉള്ളല്ലോ. 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ലല്ലോ. അമ്മ, ഞാൻ ഇവിടെ നിന്ന് പോകുന്ന മെയിൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഒരു കൂട്ടില്ലമ്മ. എടാ, നിന്നോട് എത്ര കാലം കൊണ്ട് ഞാൻ പറഞ്ഞത് കല്യാണം കഴിച്ചിട്ട് വരാൻ. നിനക്കൊരു കാമുകി ഉണ്ടായിരുന്നില്ല, സാന്ദ്രാന്ന് പേരിൽ. അവളെ കൊണ്ടുപോടാ. അവളും അവിടെ ബെസ്റ്റിയും കൂടി ഗോവയ്ക്ക് പോയേക്കുവാ. നിന്റെ കൂടെ അല്ലേ ഗോവയ്ക്ക് വേണ്ടത്? അയ്യോ, എന്റെ കൂടെ വന്നൂടാ. ബെസ്റ്റിയുടെ കൂടെ എവിടെ വേണമെങ്കിലും പോവാം, റൂം എടുക്കാം, താമസിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്റെ കൂടെ വന്നു ഞാൻ തെറ്റെന്നാ സാന്ദ്ര പറഞ്ഞത്. അയ്യോ പഴം.
നീ മിനിയാന്ന് ഇവിടുന്ന് എന്റെ പാവാട എടുത്തോണ്ടോയില്ലേ അതെവിടെ? അത് മന്ത്രി പോയപ്പോ ഞാൻ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. എടാ അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയിക്കത്. അമ്മ പോലീസ് കൊണ്ടുപോയിന്ന്. എന്താ അവരിപ്പോ യൂണിഫോം മാറ്റി പാവാട ഇടുന്നത്? അതല്ല, കറുത്ത എന്ത് കണ്ടു കഴിഞ്ഞാലും അവര് കൊണ്ടുപോവാ. അതുകൊണ്ട് കണ്ടാ നമ്മുടെ അമ്മണി പശുവിനെ പോലും ഞാൻ വെളുത്ത പെയിന്റ് അടിച്ചാണ് ആ റോഡിൽ കൊണ്ട് കെട്ടിയത്. ഇല്ലെങ്കിൽ അമ്മണി പശു ഇരുന്ന് അഴി എണ്ണിയാനെ. ആ പറഞ്ഞപ്പോഴോർത്ത നീ അമ്മണീനെ അഴിച്ചിട്ട് വെള്ളം കൊടുക്കാൻ നോക്കിയേ. സമയമില്ല, വലിയൊരു ലോകം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ പോകുന്നു. മര്യാദക്ക് അവളെ അഴിച്ചോണ്ടെന്ന് വെള്ളം കൊടുക്കാൻ പോകും ഞാൻ. അവസാനമായിട്ട് ഞാൻ ചോദിക്കാണ്, നീ മര്യാദക്ക് അമ്മണീനെ അഴിച്ചു കേട്ടൊന്നും അല്ല നീ അതോ ലോകത്തേക്ക് പോന്നോ? അമ്മണി അഴിച്ചു കെട്ടിയാ ചൂര ഉണ്ടെന്നല്ല, ചോറ് എറിഞ്ഞ് അതോ ലോകത്ത് പോയാ അടിച്ച് ചെകിട് പൊട്ടിക്കും. പിടി അമ്മണി. ആ വിക്കെടുത്ത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ വൈക്കോലാന്നോർത്ത് അവള് വീഴുന്നു. സത്യം പറയല്ലേ, അമ്മണിയുടെ ചാണകം വാരി വാരി വയ്യാണ്ടായി പറ്റാണ്ടായിരിക്കുന്നു. പേടിക്കാൻ മാറി. അറിയാ ഇത് അത്ര പേടിക്കേണ്ട ഒരു അധോലോക നായകനാന്ന് എനിക്ക് തോന്നിയില്ല. ആണല്ലേ? എങ്ങനെയായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അമ്മയുടെ അച്ഛനോട് പോയിട്ട് ചോദിക്കണ പോലെ നിങ്ങൾ പറ. അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എങ്ങനെ ഇങ്ങനത്തെ കോൺസെപ്റ്റ് ഒക്കെ ചിന്തിച്ചെടുക്കണത്? മക്കളെ അതോ ലോകത്ത് വിടുന്ന അമ്മ. ഞാൻ വിടുന്നതല്ല, അവൻ അവന്റെ ഇഷ്ടത്തിന് പോകുന്നതല്ലേ. അതോലോകം അത്ര വലിയ അടിപൊളി സ്ഥലമാണോ? പിന്നെ പിള്ളേരെന്ന് പറഞ്ഞാൽ പിറകെ വരും. ശരിക്കും തോന്നിയില്ല? ഇഷ്ടം തോന്നിയില്ലേ? അതാണ് ഞാനും ഒരിച്ചിരി എങ്കിലും തോന്നിയാ? എങ്ങനത്തെ ഞാൻ പറയാം, അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ വേറെ ചെറുക്കന്മാരൊന്നും നോക്കൂല, ഒരാള് മതി. ഒരാള് മതി. ആ പിന്നെ പേടിക്കത്തില്ല, അത് അവന്റെ പെണ്ണാണ് നോക്കരുത് അങ്ങനെ പറയൂലേ. അപ്പൊ നമുക്ക് ആ ഒരു മാസാനം കിട്ടൂലേ? അതെ അതെ. അപ്പൊ അവിടെയുള്ള അധോലോകന്മാരെ ഏട്ടായി എന്ന് വിളിക്കാൻ പറ്റും. പിന്നെ എന്നെ ഇഷ്ടം തോന്നിയോ? ഏട്ടായി പേരെന്താ? പൂജ. പൂജ പൂജ ബേട്ടി. അതെ, അമ്മയ്ക്ക് ഇഷ്ടാവുണ്ടാവില്ല. അമ്മ എങ്ങനെയുണ്ട് മരുമോള്? അവളുടെ കഷ്ടകാലാണ്. പിന്നെ നമുക്കൊന്ന് പറയാൻ മറ്റേ സാന്ദ്രയെന്ന് പറഞ്ഞില്ലേ ഒരു ബെസ്റ്റി, അവള് പോയി. എനിക്ക് വേറൊരു ബെസ്റ്റി ഉള്ളു, പക്ഷെ അവൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലാന്നേ. എനിക്ക് ബെസ്റ്റ് ഉണ്ടെന്ന് അപ്പൊ വേണ്ട മോനെ. അല്ല എനിക്ക് ഇഷ്ടപ്പെട്ട്, എനിക്ക് പൂജയെ സത്യമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുവരെ പൂജ എത്ര പേര് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്? എന്നെ ഒരു 10-100 പേരെ പറഞ്ഞിട്ടുള്ളൂ. 100 പേര് ഇതേ കോസ്റ്റ്യൂമിലിട്ട് അധോലോകമായിട്ട് അതാണ് ഞാൻ പറയാൻ വന്നത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയട്ടെ ചേട്ടാ, എനിക്ക് സ്പേസ് തരണം പ്ലീസ്. ഓക്കെ, അപ്പൊ എനിക്ക് ഇത്രയും ചെക്കന്മാരിങ്ങനെ എന്നെ ഇഷ്ടമാണ്, പൂജ എനിക്ക് കല്യാണം താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഒരു അധോലോക നായകൻ എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അടിപൊളിയില്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവട്ടെ, പക്ഷെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ സത്യം പറയാം, ഞാൻ പൂജയെ കെട്ടിക്കഴിഞ്ഞാ മറ്റേ ഒരു 10 അമ്മ പറയണ ഒരു 3-4 സ്കോർപ്പിയോയില് ഞാനും പൂജയും മാത്രം ഇങ്ങനെ കയ്യൊക്കെ കുറച്ച് കഴിയുമ്പോ ഞാൻ ആവും. എന്റെ ചേട്ടനെ എനിക്ക് വിശ്വാസമുണ്ട്. അതൊന്നും ശരിയല്ല, നിങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ല. എന്റെ മോൻ എന്തൊരു ഭംഗിയാ നോക്കിയാ. അവര് പറയട്ടെ, നമ്മൾ നല്ല ചേർച്ച. നല്ല ചേർച്ചയില്ലേ? കാണുന്നവർക്ക് തോന്നണ്ട, എനിക്ക് തോന്നുന്നില്ല. എന്റെ മോൻ എന്തൊരു സുന്ദര ചേർച്ചയിലാണോ കാര്യം? ഒരിക്കലല്ല, മനസ്സിലാണ് കാര്യം. ഞാൻ ഭംഗിയില്ലാത്തോണ്ടാണ് എന്റെ കെട്ടിയാൻ വേറെ പോയത്. ഭംഗിയില്ലാത്തോണ്ടാണ് കെട്ടിയാൻ പോയത്. അത് ചിലപ്പോ ശരിയായിരിക്കും. അമ്മ എന്തോ അമ്മ കല്യാണം കഴിഞ്ഞ് നമുക്ക് മാറി താമസിക്കും ഈ വീട്ടിൽ നിന്ന്. അങ്ങനെ എനിക്ക് അമ്മയുടെ കൂടെ ഒന്നും ജീവിക്കാൻ പറ്റില്ല. കേട്ടടാ, വന്നപ്പോഴേ എന്നെ ചവിട്ടി പുറത്താക്കാനുള്ള ഞങ്ങൾ അധോലോകത്ത് ഹണിമൂൺ. ഇനി എനിക്ക് തരാൻ ഹൃദയമൊന്നുമില്ല, പൊട്ടാത്ത ഈ തോക്ക് മാത്രം. ഇതിലുണ്ടല്ലോ ചേട്ടാ, ചേട്ടന്റെ സ്നേഹത്തിന് ഓർമ്മയായിട്ട് ഞാനത് വെച്ചോട്ടെ. സെൽഫി വെച്ചേക്കണം. ഷെൽഫിൽ എപ്പോഴാ വരണ്ട? വീട്ടിലോട് അടുത്ത ആഴ്ച വരും. ഞാൻ പറയാം, വിളിച്ചറിയാം. പോട്ടെ, അടുത്ത ആഴ്ച പോവാനേ മനസ്സും വരണില്ല. എങ്ങനെയും ഈ ഷോ വരെ ഒരു ബോയ് ഫ്രണ്ടിനെ ഒപ്പിക്കാൻ നോക്കുമ്പോ ഒന്നും നടക്കണില്ലല്ലോ ദൈവമേ. കുഴപ്പമില്ല, ചേട്ടൻ ഓർമ്മയ്ക്ക് ഒരു തോക്കെങ്കിലും എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ ഓർമ്മകളിലും ഒരുപാട് നല്ല അടിപൊളി സ്കിറ്റ് ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ആക്ച്വലി ഇനിയുള്ള ദിവസങ്ങൾ എന്താണെന്നുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. ഇനി പുതിയ ആൾക്കാരെ എനിക്ക് കാണണം, നിങ്ങളുടെ മുന്നിൽ നല്ല സ്കിറ്റുകൾ എനിക്ക് തരണം. അതുവരെ നിങ്ങൾ ആക്ച്വലി വെയിറ്റ് ചെയ്യണം. സോ ടിൽ ദെൻ ഇറ്റ്സ് മീ പൂജ കൃഷ്ണ സൈനിങ് ഓഫ് വിത്ത് തോക്ക്. ടാറ്റാ. അതിഥി വന്നാൽ പിന്നെ എല്ലാം സ്പെഷ്യലാണ്. തിരഞ്ഞെടുക്കൂ അതിഥി മാർവൽ കേക്കുകളും റസ്കുകളും. DG ഫ്രഷ് മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG യുവർ 1 കപ്പ് മാജിക്.